ആത്മഹത്യകളും കൊലപാതകങ്ങളും പീഡനങ്ങളും അവിഹിതങ്ങളും ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. കോഴിക്കോട് കുണ്ടുങ്ങൽ സ്വദേശി സ്വന്തം ഭാര്യയായ ജാസ്മിനോട് ചെയ്ത ക്രൂരത നിസ്സാരമല്ല. തലയിൽ വെള്ളമൊഴിക്കുക, കഴുത്തിൽ കത്തികൊണ്ട് വരയുക, തലയിൽ കുത്തുക, ഇടിക്കുക, വായയിൽ വിരലിട്ടിട്ട് അകത്തി പിടിക്കുക, കഴുത്തിൽ പിടിച്ചിട്ട് ശ്വാസം മുട്ടിക്കുക, എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുക. എന്ത് സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത ക്രൂരതകൾ അയാൾ ചെയ്തു കൂട്ടണേ. ഈ സംഭവങ്ങൾ പോലീസിനെ വിവരമറിയിച്ചതോടെ പെട്രോൾ ഒഴിച്ച് ജീവനെടുക്കാൻ വന്ന ഭർത്താവിൻ്റെ കൈകൊണ്ടുള്ള ക്രൂരമായ മരണത്തിൽ നിന്നും ജാസ്മിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ലഹരി മൂലം സ്വബോധം നഷ്ടപ്പെടുന്ന എത്രയെത്ര പുരുഷന്മാരാണ് സ്വന്തം ഭാര്യയെയും മക്കളെയും അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തുന്നത്. പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ വിവാഹബന്ധങ്ങൾ തുടരാതിരിക്കുന്നതാണ് നല്ലത്. അച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്നു, സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുന്നു. എന്തൊരു ലോകമാണിത്! ഇൻസ്റ്റ വഴിയും FB വഴിയും വിടുന്ന പ്രണയങ്ങളാണ് ഇന്നേറെയും. നിന്നെ എനിക്ക് പ്രാണനാണ്, ജീവനാണ്, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞ് പെണ്ണിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തും. പിന്നീട് ഹോട്ടൽ മുറികളിലും ലോഡ്ജിലും എത്തിച്ച് കാര്യസാധ്യത്തിന് ശേഷം അവസാനം എത്തപ്പെടുന്നത് ആത്മഹത്യകളിലും കൊലപാതകങ്ങളിലുമായിരിക്കും. അവിഹിതം മൂലം നടക്കുന്ന എത്രയെത്ര കൊലപാതകങ്ങൾ! കൊല്ലം കുണ്ടറ സ്വദേശി 38-കാരി അഖിലയും നേര്യമംഗലം സ്വദേശി 35-കാരനായ ബിനുവും തമ്മിലുള്ള പ്രണയം. 1 വർഷത്തിലധികമുള്ള പ്രണയം. ആലുവയിലെ തോട്ടുങ്കൽ എന്ന സ്ഥലത്തുള്ള ലോഡ്ജിൽ ബിനുവും അഖിലയും പലപ്പോഴായി ദിവസങ്ങളോളം ഒരുമിച്ച് താമസിച്ചു. തന്നെ വിവാഹം കഴിക്കണമെന്ന് അഖില ആവശ്യപ്പെട്ടപ്പോൾ ബിനു പിന്മാറി. അങ്ങനെ പ്രണയിച്ച പുരുഷൻ്റെ കൈകൊണ്ട് തന്നെ അഖിലയ്ക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. പുരുഷൻ്റെ മോഹനവലയത്തിൽപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു സ്ത്രീയും ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകുമെന്ന് അവനവൻ സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ എന്നും തുടർന്നുകൊണ്ടേയിരിക്കും.